She's first. Excuse me? Down here? Hi. O-M goodness. They really did hire a bunny. What? I gotta tell you are even cuter than I thought you'd be. Ooh, you probably didn't know, but a bunny can call another bunny cute, but when other animals do it, it's a little... I am so sorry. Me, Benjamin Clawhauser. ഹൈ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എക്സ്ക്യൂസ് മീ ഇത് പലപ്പോഴും നിങ്ങൾ ഇംഗ്ലീഷിൽ കേട്ടിട്ടുള്ളതാണ്. എക്സ്ക്യൂസ് മീ ഉപയോഗിക്കാൻ പറ്റിയ ചില പ്രധാനപ്പെട്ട സാഹചര്യങ്ങൾ മാത്രം നമുക്ക് ഇതിൽ നോക്കാം. എക്സ്ക്യൂസ് മീ, കുഡ് യു ടെൽ മീ വാട്ട് ടൈം ഇറ്റ് ഈസ്? സമയം എന്തായെന്ന് പറയാമോ? അതായത് നിങ്ങൾക്കൊരു സഹായം വേണം, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന നടത്തണം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരാളെ നിങ്ങൾ അറിയാതെ തള്ളിയിട്ടു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് പറയാം, എക്സ്ക്യൂസ് മീ, ഐ ഡിഡൻറ്റ് മീൻ ടു പുഷ് യു, ഞാൻ നിങ്ങളെ തള്ളാൻ ഉദ്ദേശിച്ചതല്ല എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു അനുവാദം ചോദിക്കാൻ, അതായത് ഒരു കൂട്ടം ആളുകൾ തിങ്ങി നിൽക്കുന്നുണ്ട്, അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, എക്സ്ക്യൂസ് മീ, മേ ഐ പാസ്, ഞാൻ ഇതിലെ കടന്നു പോട്ടെ എന്ന് പറയാം. O-M goodness. ഓം ഗുഡ്നെസ്, ഇത് ഓ മൈ ഗുഡ്നെസ് എന്നതിൻ്റെ ചുരുക്കെഴുത്താണ്. ഇത് ഉപയോഗിക്കുന്നത് സാധാരണ ആശ്ചര്യം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഓം ഗുഡ്നെസ്, ഡിഡ് യു സീ ദാറ്റ്? നീ അത് കണ്ടോ? അല്ലെങ്കിൽ ഒരു അവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓം ഗുഡ്നെസ്, ഐ ക്യാൻ ബിലീവ് ഇറ്റ്, എനിക്കത് വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. അല്ലെങ്കിൽ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓം ഗുഡ്നെസ്, ദിസ് ഈസ് അമേസിങ്, ഇത് വളരെ അത്ഭുതകരമാണെന്ന് പറയാൻ. അല്ലെങ്കിൽ ഒരു ഭയം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഓം ഗുഡ്നെസ്, വാട്ട് വാസ് ദാറ്റ്, അതെന്തായിരുന്നു? അല്ലെങ്കിൽ ഒരു ദേഷ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, ഓം ഗുഡ്നെസ്, യു ആർ ഡ്രൈവിങ് മീ ക്രേസി, നിങ്ങൾ എന്നെ ഭ്രാന്തനാക്കുന്നു എന്നാണ് അർത്ഥം. ഡ്രൈവ് സംവൺ ക്രേസി എന്നത് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ്. ആരെങ്കിലും നിരന്തരം ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ശല്യപ്പെടുത്തുമ്പോഴാണ് ഈ വാക്യം സാധാരണ ഉപയോഗിക്കുന്നത്. അതായത് ഇവിടെ നിങ്ങൾ യു ആർ ഡ്രൈവിങ് മീ ക്രേസി എന്നിടത്ത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ്, കാർ ഓടിക്കുക എന്നൊന്നും അർത്ഥം വെക്കരുത് കേട്ടോ. ഇതൊക്കെ ഒരു പ്രയോഗമാണ് ഇംഗ്ലീഷിലെ. They really did hire a bunny. ദേ റിയലി ഡിഡ് ഹയർ എ ബണ്ണി, അവർ ശരിക്കും ഒരു മുയൽക്കുഞ്ഞിനെ ഹയർ ചെയ്തോ? അതായത് ചോദ്യമല്ല, അതിനൊരു അത്ഭുതത്തോട് പറയുകയാണ്. അതായത് ഹയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടിയിട്ട് ഒരാളെ പൈസ കൊടുത്തിട്ട് ഒരു എംപ്ലോയി, ഒരു ജോലിക്കാരനായി നിയമിക്കുന്നതിനാണ് ഹയർ എന്ന് പറയുക. നമ്മൾ ചില പോസ്റ്ററുകളിൽ കാണാറുണ്ട്, ഈ കമ്പനിയിലേക്ക് ഒരാളെ ഹയർ ചെയ്യുന്നു എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെ അത് തന്നെയാണ് ഇവിടെയും അർത്ഥം. ബണ്ണി എന്ന് പറഞ്ഞാൽ ഒരു മുയൽക്കുഞ്ഞ് എന്നാണ് അർത്ഥം. I gotta tell you are even cuter than I thought you'd be. ഹോ വാ, ഐ ഹാവ് ഗോട്ട് ടു ടെൽ യു എന്നതിൻ്റെ ചുരുക്കെഴുത്താണിത്. എനിക്ക് നിന്നോട് പറയാനുണ്ട് എന്നാണ് അർത്ഥം വരുന്നത്. ഐ ഹാവ് ടു ടെൽ യു എന്ന് പറയുന്ന അതേ സെയിം അർത്ഥമാണ് ഇതിനും വരുന്നത്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. യു ആർ ഈവൻ ക്യൂട്ടർ ദാൻ ഐ തോട്ട് യു വുഡ് ബി. ഇവിടെ യു വുഡ് ബി എന്നാണ് വായിക്കേണ്ടത്, ഇവിടെ യു വുഡ് ബി എന്നാണ് ഉണ്ടാവുക. നീ ഞാൻ വിചാരിച്ചതിനേക്കാളും സുന്ദരിയാണ്. ഇവിടെയുള്ള ദാനി എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കാം. ഇംഗ്ലീഷിൽ ദാനി ഉപയോഗിക്കുന്നത് രണ്ട് കാര്യങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്ത് പറയാനാണ്. ആ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു സാമ്യമുണ്ടെന്ന് ഉറപ്പാക്കലും അത്യാവശ്യമാണ്. ഉദാഹരണത്തിന്, ആപ്പിൾസ് ആർ ടേസ്റ്റർ ദാൻ ഓറഞ്ചസ്, ആപ്പിളുകൾ ഓറഞ്ചുകളേക്കാൾ രുചികരമാണ്. ഇത് ശരിയാണ്, ഇങ്ങനെ പറയാം. കാരണം ഇവിടെ ആപ്പിളും ഓറഞ്ചും തമ്മിൽ ഒരു രുചിയുടെ കാര്യത്തിൽ നല്ല സാമ്യമുണ്ട്, നല്ല ബന്ധമുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ആപ്പിൾസ് ആർ ടേസ്റ്റിയർ ദാൻ എലഫൻസ്, ആപ്പിൾ ആനയേക്കാൾ രുചികരമാണ്. ഇങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഒന്ന് പായവും മറ്റൊന്ന് ആനയുമാണ്. എന്തിൻ്റെ കാര്യത്തിലാണ്? രുചിയുടെ കാര്യത്തിൽ ആനയെ താരതമ്യം ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. You probably didn't know, but a bunny can call another bunny cute, but when other animals do it, it's a little... യു പ്രോബബ്ലി ഡിഡ് നോ, ഒരുപക്ഷെ നിനക്കറിയില്ലായിരിക്കാം. ബട്ട് ബണ്ണി കാൻ കാൾ അനദർ ബണ്ണി ക്യൂട്ട്, ഒരു ബണ്ണിക്ക് മറ്റൊരു ബണ്ണിയെ, അതായത് ഒരു മുയൽക്കുഞ്ഞിന് മറ്റൊരു മുയൽക്കുഞ്ഞിനെ ക്യൂട്ടെന്ന് വിളിക്കാം. ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയും, കാൾ വിളിക്കാൻ, അനദർ മറ്റൊരു ബണ്ണി മുയൽക്കുഞ്ഞിനെ വിളിക്കാൻ കഴിയും, ക്യൂട്ടെന്ന് വിളിക്കാൻ കഴിയും. ബട്ട് വെൻ അതർ അനിമൽസ് ഡു ഇറ്റ്, പക്ഷേ മറ്റു ജീവികൾ അത് ചെയ്യുമ്പോൾ, ദാറ്റ്സ് എ ലിറ്റിൽ, അത് ചുരുക്കമാണ്, അതായത് കുറവാണ്, അങ്ങനെ ആരും വിളിക്കാറില്ല എന്നർത്ഥം. ബട്ട് വെൻ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് ഉപയോഗിക്കുന്ന ആ വെന്നല്ല ഇവിടെ ഉദ്ദേശം. വെൻ അതർ അനിമൽസ്, മറ്റുള്ള ജീവികൾ, ഡു ഇറ്റ് അത് ചെയ്യുമ്പോൾ, അത് ചെയ്യുന്നു. ഇവിടെ വെന്ന് വെക്കുമ്പോൾ
അത് ചെയ്യുമ്പോൾ എന്നർത്ഥം വരും. വെന്ന് മുമ്പിലുണ്ടല്ലോ, അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്നാകും. ദാറ്റ്സ് എ ലിറ്റിൽ, അത് ചുരുക്കമാണെന്ന്. അപ്പോൾ I am so sorry. Me, Benjamin Clawhauser. ഐ ആം സോ സോറി, ഐ ആം സോറി. മീ ബെഞ്ചമിൻ ക്ലോ ഹൗസർ. മീ അതായത് ഞാൻ ബെഞ്ചമിൻ ക്ലോ ഹൗസർ ആണെന്ന് പറയുകയാണ്.